വിമാനം തകർന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ വിമാനം പറന്നുയർന്നു പോകുന്നത് കാണാം. ടേക്ക് ഓഫ് കഴിഞ്ഞ് സെക്കൻഡുകൾ മാത്രമേ ആയിട്ടുണ്ടാവൂ. റൺവേ പിന്നിട്ടു. തൊട്ടടുത്ത സ്ഥലത്തെത്തിയപ്പോൾ ചില മരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, കെട്ടിടങ്ങൾ ഉണ്ട്. പിന്നെ നമുക്ക് കാണാനാവുന്നത് വിമാനം അപ്രത്യക്ഷമാകുന്നു. തൊട്ടു പിന്നാലെ അവിടെ നിന്നും ഒരു തീഗോളം ഉയരുന്നതാണ് കാണാൻ കഴിയുന്നത്. 242 യാത്രക്കാർ ഈ തകർന്ന് വീണ് തീഗോളമായി പടരുന്ന വിമാനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. 230 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളും. ഒരു അഗ്നിഗോളമായി എയർ ഇന്ത്യയുടെ ഈ വലിയ വിമാനം, സാധാരണ ചെറിയ വിമാനമല്ല, വലിയ വിമാനമാണ്, അത് തകർന്ന ഒരു അഗ്നിഗോളമായി മാറുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഏതോ യാത്രക്കാരോ വിമാനത്താവളത്തിലെ ജീവനക്കാരോ പകർത്തിയതാവണം. ഒരു വലിയ ആകാശ ദുരന്തം. അഹമ്മദാബാദിൽ ടേക്ക് ഓഫിനിടെ യാത്രാ വിമാനം ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനമാണ്. പുറപ്പെട്ടതേ ഉള്ളൂ. പുറപ്പെട്ടു എന്ന് പറയാൻ തന്നെ കഴിയില്ല. ടേക്ക് ഓഫ് കഴിഞ്ഞ് സെക്കൻഡുകൾ മാത്രമേ ആയിട്ടുണ്ടാവൂ എന്ന് ആ വിമാനത്തിന്റെ ഉയരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. വിമാനത്താവളം ജസ്റ്റ് അങ്ങോട്ട് പിന്നിടുന്നു. ടേക്ക് ഓഫ് കഴിയുന്നു. റൺവേ പിന്നിടുന്നു. തൊട്ടടുത്ത് കെട്ടിടങ്ങളുണ്ട്, മരങ്ങളുണ്ട്. അതിനിടയിൽ പെട്ടെന്ന് വിമാനം അപ്രത്യക്ഷമാകുന്നു. തകർന്ന് താഴേക്ക് വീഴുന്നു. ഒരു തീഗോളം, ഒരു അഗ്നി ഗോളം ഉയർന്ന് പൊങ്ങുന്നത് മാത്രമാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. വിമാനത്തിന്റെ ചില ഭാഗങ്ങൾ അങ്ങിങ്ങായി കെട്ടിടങ്ങളുടെ മുകളിൽ വീണ് കിടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു.